ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവ സ്റ്റാച്ചുവിൻ്റെ മുന്നിലാണ് ഉള്ളത്. ഇതുണ്ടോ, ഇത് സ്ഥലം മനസ്സിലായിട്ടുണ്ടോ? അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഇത് മുരുടേശ്വരത്തിലെ ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. നല്ല വെയിലാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ, അതിഗംഭീരമാണ്. ഞാനിതിൻ്റെ ക്യാമറയുടെ മറുവശത്തേക്ക് വരാം. അമ്പലത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഇതിൻ്റെ രാജഗോപുരം. കണ്ടോ, അടാർ സൈസുള്ളൊരു കെട്ടിടമാണ്, ഒരു ഗോപുരമാണ്, അതിഗംഭീരമാണ്. ഇതിന് മേലേക്ക് ലിഫ്റ്റിൽ എൻട്രി ഉണ്ട്. പക്ഷേ ഇന്ന് എന്തോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു, പെയിൻറ്റിങ് നടക്കുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 3 മണിക്ക് എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ അമ്പലത്തിൻ്റെ മുറ്റത്തു നിന്നുള്ള കാഴ്ചയാണ്. അമ്പലം ഞാനങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല, കാരണം ശ്രീകോവിലൊന്നും അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് കൺസെപ്റ്റായിട്ട് നമ്മൾ കാണാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് ഇവിടെ നിന്നുള്ള കടലിൻ്റെ വ്യൂ ആണ്. ഇവിടെ അമ്പലത്തിന് നേരെ മുന്നിലായിട്ട് നന്ദിയുടെ ഒരു പ്രതിമയുണ്ട്. വലിയ ഇതൊക്കെ ഈ ക്യാമറയിൽ ഇതിൽ കാണുന്ന പോലെയുള്ള വലിയ സൈസുള്ള പ്രതിമകളാണ്. പിന്നെ 123 അടി ഉയരുണ്ട് ശിവൻ്റെ സ്റ്റാച്ചുവിനെ. നല്ല ഉച്ചവെയിൽ, കൃത്യം നല്ല വെയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് മുകളിലേക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. കുഴപ്പമില്ല. ഇവിടെ നിന്നുള്ള കടലിൻ്റെ ഒരു കാഴ്ചയുണ്ടല്ലോ, ഇത് കടലിൻ്റെ തീരത്തോട് ചേർന്നിട്ടുള്ള ഒരു വലിയൊരു കുന്ന് തന്നെയാണ്. ആ കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു സ്റ്റാച്ചു ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കടലിലേക്കുള്ള വ്യൂ അതിഗംഭീര വ്യൂ ആണ്. അസ്തമയം മോർ ബ്യൂട്ടിഫുൾ ആയിരിക്കും, പക്ഷെ നമുക്ക് അതുവരെ നിൽക്കാനുള്ള ഒരു സമയം ഇവിടെ ഇല്ല. ഇന്ന് ഒരു കുന്നിന് മുകളിൽ വീണ്ടും ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷൻ കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്കാണ് പ്രതിമയുള്ളത്. ഒരു സ്വർണ്ണ നാഗം ശിവൻ്റെ കയ്യിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ ഉണ്ട്. ഇതൊരു ആകർഷകരമായിരിക്കുന്ന സംഗതിയാണ്. ഈ കാണുന്നുണ്ട്, അതൊരു സൂര്യൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. സൂര്യൻ്റെ സ്റ്റാച്ചു സൂര്യൻ്റെ ഒരു രഥത്തിൽ സഞ്ചരിക്കുന്നുള്ള സങ്കല്പത്തിലാണ് സൂര്യഭഗവാൻ്റെത്. സൂര്യൻ്റെ രഥം എന്നുള്ള രീതിയിൽ അവിടെ കണ്ടോ ഒരു സൂര്യരഥം ചെയ്തു വെച്ചിട്ട്. പിന്നെ അതുകൂടാതെ പിന്നെ ശ്രീകൃഷ്ണൻ്റെ ഒരു രഥം, അതിൽ അർജുനായിരിക്കും ഇരിക്കുന്നത്. പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയണ്ടേ. അതായത് പണ്ട് ത്രേതായുഗത്തിൽ ദേവന്മാരുടെ എല്ലാം അമരത്വത്തിന് കാരണം ഇവർ ശിവനെ പൂജിക്കുന്നതാണെന്ന് നമ്മുടെ രാവണന് മനസ്സിലായി. രാവണൻ എന്തെന്ന് വെച്ചാൽ രാവണൻ അതികഠിനമായ തപസ് നടത്തി പിന്നെ നമ്മുടെ പരമശിവനെ അപ്രത്യക്ഷപ്പെടുത്തി. പരമശിവനോട് ആവശ്യം പറഞ്ഞു, എനിക്ക് പിന്നെ ആത്മലിംഗം വേണമെന്ന് പൂജിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പരമശിവൻ കുഴപ്പമില്ല, കൊടുത്തു. കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചെന്ന് വെച്ചാൽ ഇത് നിലത്ത് വെക്കാൻ പാടില്ല, ഇതും കൊണ്ട് പോകുന്ന സമയത്ത് ശ്രീലങ്കയിൽ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കുന്നത് വരെ ഇതൊരു കാരണവശാലും നിലത്ത് വെക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ഈ കക്ഷി ഇത് നോക്കിയിട്ട് പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാരദൻ മനസ്സിലായിരുന്നു. 90 കിഡ്സിനുള്ള മനസ്സിലാവും. കാരണം ഇതിൽ മഹാഭാരതത്തിൽ നാരായണ എന്ന് പറഞ്ഞ കഥാപാത്രം കക്ഷി പിന്നെ ഇതിൻ്റെ കോൺസിക്വൻസ് മനസ്സിലാക്കി. അയാൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിനെങ്ങനെയെങ്കിലും തടയാൻ വേണ്ടിയിട്ട് പിന്നെ ആഗ്രഹിച്ചു. പുള്ളി നേരെ മഹാവിഷ്ണുവിടെ ഒരു കാര്യം വന്നു. ആ മഹാവിഷ്ണു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മായാവിദ്യ കൊണ്ട് ഒരു സൂര്യാസ്തമയം സൃഷ്ടിച്ചു. പൂജന്റെ സമയം ആയി, വൈകുന്നേരത്തെ പൂജിക്കണ്ട. അപ്പം നമ്മൾ രാവണൻ എന്ത് വെച്ചാൽ ഇതുകൊണ്ട് കടൽക്കരയ്ക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു ബാലനുണ്ട്. ബാലൻ പറഞ്ഞു, അത് ഞാൻ കയ്യിൽ പിടിക്കാം, നിങ്ങൾ പിന്നെ പൂജിച്ചോളൂ പറഞ്ഞു. ഇയാളിത് കയ്യിൽ കൊടുത്ത് പൂജിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് പിന്നെ മായവിദ്യയിലല്ലേ ഈ സംഗതി ഇരുട്ടായത്. അപ്പോൾ ആ ഇരുട്ടങ്ങോട്ടേക്ക് മാറി നോക്കുമ്പോഴത്തേക്ക് കുട്ടീനെ നല്ല കുട്ടി സാധനം നിരത്തി വെച്ച സാധനം അവിടെ ഉറച്ചുപോയി. ഉറച്ച സാധനം പിടിച്ച് പൊരിക്കാൻ വേണ്ടി കിട്ടുന്നില്ല. അവസാനം രാവണൻ കലിപ്പ് കയറിയ സാധനം വലിച്ച് പറിച്ച് പൊട്ടിപ്പോയി സംഗതി. അപ്പോൾ അതിനെ പൊതിഞ്ഞ തുണി വലിച്ചെറിഞ്ഞ സ്ഥലമാണ് ഈ മുരുടേശ്വരത്ത് വന്ന് വീണത്. അപ്പോൾ മുരുടേശ്വരത്ത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ
കഥയൊന്നും നോക്കിക്കോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഷെട്ടി എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തെ പ്രതിമയായി കാണുന്നത്. പുള്ളിക്കാരനാണ് ഈ സ്ഥലത്തിന് വേണ്ടി പുള്ളിക്ക് ഒരു പ്രദേശമാണ് മുഖന്മാരും അവരുടെ ജീവിതവും കാര്യങ്ങളായിട്ട്. പക്ഷെ പുള്ളി ഇതിനെ അങ്ങോട്ടേക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത് ഈ പ്രതിമ അങ്ങോട്ടേക്ക് സ്ഥാപിച്ച് ആ ഒരു രാജഗോപുരം കാര്യങ്ങളെല്ലാം പണിത് ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയെടുത്തു. എൻ്റെ മോച്ചായ മാറ്റിയത് പുള്ളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.